ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ നെയിം ആൻഡ് റിട്ടേൺ ടൈപ്പ് പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റിനെ കുറിച്ചാണ്. ഇത് പാരാമീറ്റർ ലിസ്റ്റ് ഡിക്ലെയർസ് ദ വേരിയബിൾസ് ദാറ്റ് വിൽ റിസീവ് ദ ഡാറ്റ സെൻഡ് ബൈ ദ കോഡിംഗ് പ്രോഗ്രാം. അപ്പോൾ ഇത് പാരാമീറ്റർ ലിസ്റ്റ് ഡിക്ലെയർസ് വേരിയബിൾസ് ദാറ്റ് റിസീവ് ദ ഡാറ്റ സെൻഡ് ബൈ ദ കോഡിംഗ് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോളിംഗ് പ്രോഗ്രാമിലേക്ക് സെൻഡ് ചെയ്യുന്ന ഡേറ്റയെയാണ്, റിസീവ് ചെയ്യുന്ന ഡേറ്റയെയാണ് നമ്മൾ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. ദീസ് സെർവ് ആസ് ഇൻപുട്ട് ഡേറ്റ ടു ദ ഫംഗ്ഷൻ ടു ക്യാരി ഔട്ട് ദ സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റയെയാണ് ഈ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. സിൻസ് ദേ റെപ്രസെൻറ്റ് ദ ആക്ച്വൽ ഇൻപുട്ട് വാല്യൂസ് ദേ ആർ ഓഫ്റ്റൻ റെഫേർഡ് ടു ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ ഇൻപുട്ട് വാല്യൂസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ദീസ് പാരാമീറ്റേഴ്സ് ക്യാൻ ഓൾസോ യൂസ്ഡ് ടു സെൻഡ് വാല്യൂസ് ടു ദ പ്രോഗ്രാംസ്. അപ്പം നമ്മൾ ഈ പാരാമീറ്റർ വാല്യൂസ് തന്നെയാണ് കോളിംഗ് പ്രോഗ്രാംസിലേക്ക് വാല്യൂസിനെ സെൻഡ് ചെയ്യുന്നതും. ദീസ് പാരാമീറ്റേഴ്സ് ആർ ഓൾസോ കോൾഡ് ആർഗ്യുമെൻറ്റ്സ്. അതുകൊണ്ട് നമ്മൾ ഈ പാരാമീറ്റേഴ്സിനെ ആർഗ്യുമെൻറ്റ്സ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഒരു പാരാമീറ്റർ ലിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫ്ലോട്ട് ആവറേജ് ഓഫ് ഇൻറ്റ് എ ഓഫ് ഇൻറ്റ് ബി. അപ്പോൾ ഈ ഫ്ലോട്ട് AVG ഓഫ് ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറയുന്നതാണ് ഫോർമാറ്റ് പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. The parameter list consists of declaration of variables separated by commas and surrounded by parentheses. ഇപ്പോൾ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾസിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് അതുപോലെ തന്നെ പാരാന്തസിസ് കൊടുത്തേക്കുന്നതിനെയാണ് നമ്മൾ പാരാമീറ്റർ ലിസ്റ്റ്, ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. ദ ഡിക്ലറേഷൻ ഓഫ് പാരാമീറ്റർ വേരിയബിൾസ് കനോട്ട് ബി കമ്പൈൻഡ്. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ഈ പാരാമീറ്റർ ലിസ്റ്റ് ഒരിക്കലും കമ്പൈൻഡ് ആയിരിക്കരുത്, സെപ്പറേറ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് തന്നേക്കുന്നത് ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എ ബി എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പൈൻഡ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഒരു ഇല്ലീഗലാണ്. ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറയുന്നതാണെങ്കിൽ അത് ഒരു പാരാമീറ്റർ ലിസ്റ്റ് ആകുമായിരുന്നു. പക്ഷേ ഇത് എ ബി എന്ന് പറയുന്നത് കമ്പൈൻഡ് ആയതുകൊണ്ട് ഇത് ഇല്ലീഗൽ വാല്യൂസാണ്. ഇപ്പോൾ ഒരു പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ കൊടുത്തേക്കുന്നതാണ്. ഫ്ലോട്ട് AVG ഓഫ് ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറയുന്നതാണ് ഒരു ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റ്. അപ്പം നമ്മൾ കോളിംഗ് പ്രോഗ്രാമിലേക്ക് ഡേറ്റയെ സെൻഡ് ചെയ്യുന്നത് ഈ ഡേറ്റയായിരിക്കും സെൻഡ് ചെയ്യുന്നത്. കോളിംഗ് പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയെ ഒക്കെ റിസീവ് ചെയ്ത് കാൽക്കുലേഷൻ പെർഫോം ചെയ്ത് പിന്നെ നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നത് കോളിംഗ് പ്രോഗ്രാമിലേക്ക് ആയിരിക്കും. അപ്പം ചില കേസിൽ നമുക്ക് കോളിംഗ് പ്രോഗ്രാമിലേക്ക് ഡേറ്റയെ റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമ്മളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഫോർമൽ പാരാമീറ്റർ എന്ന് കൊടുക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇല്ലായിരിക്കും. അപ്പം അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ വോയിഡാണ് യൂസ് ചെയ്യുന്നത്. ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പാരാമീറ്റർ ലിസ്റ്റ് ഈസ് എംപ്റ്റി വി യൂസ് ദ കീവേഡ് വോയിഡ് ബിറ്റ്വീൻ പാരാന്തസിസ് ആസ് ഫോളോസ്. അപ്പം ഇവിടെ വോയിഡ്, അലേർട്ട് വോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കെന്താ കോളിംഗ് പ്രോഗ്രാമിലേക്ക് നമുക്ക് ഡേറ്റാസിനെ കൊടുക്കാനില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വോയിഡ് കൊടുത്തേക്കുന്നത്. ദിസ് ഫങ്ഷൻ നെയ്തർ റിസീവ്സ് എനി ഇൻപുട്ട് വാല്യൂസ് നോർ റിട്ടേൺസ് ബാക്ക് എനി വാല്യൂ. അപ്പോൾ ഈ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വാല്യൂസിനെ റിട്ടേൺ ചെയ്യുന്നുമില്ല, ഒരു വാല്യൂസിനെ ഇങ്ങോട്ട് എടുക്കുന്നുമില്ല. മെനി കമ്പൈലേഴ്സ് റിസീവ് ആൻ എംപ്റ്റി സെറ്റ് ഓഫ് പാരാന്തസിസ് വിത്തൗട്ട് സ്പെസിഫൈ എനിത്തിങ്. അപ്പം നെക്സ്റ്റ് ഇനി നമുക്ക് ഫങ്ഷൻ ബോഡി എന്താണെന്ന് നോക്കാം. ഫങ്ഷൻ ബോഡിക്കകത്താണ് ആക്ച്വലായിട്ടുള്ള ഫങ്ഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഫങ്ഷൻ ബോഡി എന്താണെന്ന് നോക്കാം. ദ ഫങ്ഷൻ ബോഡി കണ്ടെയ്ൻസ് ഡിക്ലറേഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് നെസസറി ഫോർ പെർഫോമിങ് റിക്വയർഡ് ടാസ്ക്. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ടാസ്ക് പെർഫോം ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഈ ഫങ്ഷൻ ബോഡിക്കകത്ത് കാണുന്നത്. ദ ഫങ്ഷൻ ബോഡി എൻക്ലോസ്ഡ് വിത്ത് ബ്രേസസ്. അപ്പോൾ ഈ ഫങ്ഷൻ ബോഡി എൻക്ലോസ് ചെയ്തേക്കുന്ന ബ്രേസസ് കൊണ്ടായിരിക്കും. ഫങ്ഷൻ ബോഡി ഓൾസോ കണ്ടെയ്ൻസ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് ഈസ് ഓപ്ഷണൽ. അപ്പോൾ ഈ ഫങ്ഷൻ ബോഡിക്കകത്ത് ഒന്നെങ്കിൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കാണും, പക്ഷേ അത്
ഓപ്ഷണലാണ്. വോയിഡ് ടൈപ്പിനകത്ത് റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. വോയിഡ് വാല്യൂസിനകത്ത് റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. ദെൻ ദ റിട്ടേൺ ടൈപ്പ് ഷുഡ് ബി സ്പെസിഫൈഡ് ആസ് വോയിഡ്. അപ്പോൾ നമുക്ക് റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഫംഗ്ഷനകത്ത് നമ്മൾ വോയിഡ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇവിടെ ഒരു ഫംഗ്ഷൻ ബോഡിക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് ആവറേജ് ഓഫ് ഫ്ലോട്ട് n1, ഫ്ലോട്ട് n2 എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റും ഇതിനകത്ത് കേളി ബ്രേസസിനകത്ത് കൊടുത്തേക്കുന്ന ഒരു ഫംഗ്ഷൻ ബോഡിയാണ്. ഫ്ലോട്ട് ആവറേജ് ഈസ് ഈക്വൽ ടു n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2 റിട്ടേൺ ആവറേജ്. ഇതെന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ബോഡിക്കകത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫംഗ്ഷൻ ബോഡിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആവറേജ് ആണ്. When function reaches its return statement, the control transferred back to the calling program. In the absence of return statement, the closing brace acts as void return. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നതിന് റിട്ടേൺ ആവറേജ് എന്ന് പറയുന്ന ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ കൺട്രോൾ നേരെ കോളിംഗ് പ്രോഗ്രാമിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇൻ ദി ആബ്സെൻസ് ഓഫ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ദ ക്ലോസിംഗ് ബ്രേസസ് ആക്ട് ആസ് എ വോയിഡ് റിട്ടേൺ. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുമില്ലെങ്കിൽ വോയിഡ് റിട്ടേൺ ആയിട്ടായിരിക്കും ഇത് കാണിക്കുന്നത്. എ ലോക്കൽ വേരിയബിൾ ഈസ് എ വേരിയബിൾ ദാറ്റ് ഡിഫൈൻഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ആൻഡ് ഡസ് നോട്ട് ഹാവ് എനി റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഫംഗ്ഷൻ. അപ്പോൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷനുള്ളിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫ്ലോട്ട് ആവറേജ് എന്ന് പറയുന്നത് ഇതിനകത്തെ ലോക്കൽ വേരിയബിളാണ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി റിട്ടേൺ വാല്യൂസ് ആൻഡ് റിട്ടേൺ ടൈപ്സ് എന്താണെന്ന് നോക്കാം. എ ഫംഗ്ഷൻ മേ ഓർ മേ നോട്ട് സെൻഡ് ബാക്ക് എനി വാല്യൂ ടു ദി കോളിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റിട്ടേൺ വാല്യൂ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇല്ലാത്തതായിരിക്കാം. ഇഫ് ഇറ്റ് ഈസ് ഡൺ ത്രൂ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ടേക്സ് ദ ഫോളോവിങ് ഫോംസ്. അപ്പോൾ റിട്ടേൺ വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നെങ്കിൽ റിട്ടേൺ സെമിക്കോളൻ അല്ലെങ്കിൽ റിട്ടേൺ എക്സ്പ്രഷൻ, ഇങ്ങനെയായിരിക്കും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത്. When return is encountered, the control is immediately passed back to the calling function. അപ്പോൾ റിട്ടേൺ ഉണ്ടെങ്കിൽ കോളിംഗ് ഫംഗ്ഷനിലേക്ക് കൺട്രോൾ ഇമ്മീഡിയറ്റ്ലി പാസ്ഡ് ആവും. ഒരു സിമ്പിൾ റിട്ടേണിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. If error return, the second return with an expression returns the value of the expression. അപ്പം രണ്ടാമത്തേതിനകത്ത് നമ്മൾ റിട്ടേൺ RES എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പം RESനകത്ത് 2 നമ്പറുകളുടെ സമ്മ് കണ്ടിട്ട് അത് റിട്ടേൺ ചെയ്യുവാണ് RES. റിട്ടേൺസ് ദ വാല്യൂ ഓഫ് RES വിച്ച് ദ സം ഓഫ് വാല്യൂസ് ഓഫ് n1 ആൻഡ് n2. അപ്പം n1 n2 എന്ന് പറയുന്ന 2 വാല്യൂസിൻ്റെ സമ്മിനെ ആഡ് ചെയ്തിട്ട് RES എന്ന വാല്യൂവിനകത്തോട്ട് റിട്ടേൺ ചെയ്യുവാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നേരെ കോളിംഗ് പ്രോഗ്രാമിലേക്കും പോകും, അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാകും. The last 2 statement can be combined. One statement is as follows. അല്ലെങ്കിൽ നമുക്ക് ഈ RES എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ ഡയറക്റ്റ്ലി കമ്പൈൻ ചെയ്യാൻ പറ്റും. റിട്ടേൺ n1 പ്ലസ് n2 എന്ന് പറഞ്ഞ്. The function may have more than one return statement. This situation arises value is returned based on the certain conditions. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ അത് കണ്ടീഷനെ ബേസ് ചെയ്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. x <= 0 ആണെങ്കിൽ റിട്ടേൺ 0, അല്ലെങ്കിൽ റിട്ടേൺ 1. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള അവസരങ്ങളിൽ ഇതുപോലെയാണ് യൂസ് ചെയ്യുന്നത്. When a value is returned, it is automatically cast into the function type. For example, if the return value is int and the function do computation doing doubles, the return value will be ട്രൺകേറ്റഡ് ടു ആൻ ഇൻറ്റിജർ. അപ്പോൾ നമ്മുടെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഫങ്ഷൻ ടൈപ്പിലേക്ക് തന്നെ നമ്മുടെ വാല്യൂസിനെ ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ട്.
നമ്മൾ കോളിംഗ് ഫങ്ഷൻ കോൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഫങ്ഷൻ കോൾ എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഈ സി പ്രോഗ്രാം ഈസ് റിട്ടേൺ വിത്ത് ദ ഫങ്ഷൻ മെയിൻ. ഓൾ ദ ലൈബ്രറി ഓർ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ആർ കോൾഡ് ഫ്രം ദിസ് മെയിൻ. ദ ജനറൽ ഫോം ഓഫ് ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആസ് ഫോളോസ്. അപ്പോൾ ഒരു ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഫങ്ഷൻ നെയിമിനകത്ത് വേരിയബിൾ നെയിം, വേരിയബിൾ ടു, ഇങ്ങനെയാണ് ഒരു ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കോളാണ്. ഹിയർ വാല്യൂസ് വേരിയബിൾ 1, വേരിയബിൾ 2 ആർ പാസ്ഡ് ഇൻ ടു ദ ഫങ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഫങ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസാണ് വേരിയബിൾ 1, വേരിയബിൾ 2 എന്നൊക്കെ പറയുന്നത്. ദീസ് വാല്യൂസ് ആർ കോൾഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ ഫങ്ഷൻ്റെ അവിടെ യൂസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഫങ്ഷൻ നെയിമിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് കൊടുക്കുന്നത്. ദ അതർ ഫോം ഓഫ് ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഒരു ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനദർ ഫോം ഇവിടെ കാണിച്ചിട്ടുണ്ട്. വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു ഫങ്ഷൻ നെയിം, വേരിയബിൾ നെയിം 1, വേരിയബിൾ 2. അപ്പം വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു ഫങ്ഷൻ നെയിം ഓഫ് വേരിയബിൾ നെയിം, വേരിയബിൾ 2 എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ കോൾ ഡിക്ലറേഷനാണ്. ഇഫ് ദെയർ ആർ നോ ആർഗ്യുമെൻറ്റ്സ് ആർ പാസ്ഡ് ഇൻ ദ ഫങ്ഷൻ, ദ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ഫങ്ഷൻ നെയിം. അപ്പം ഒരു വാല്യൂസും പാസ്ഡ് ചെയ്യുകയല്ലാത്തതിനകത്ത്, ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻ നെയിം അല്ലെങ്കിൽ വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു ഫങ്ഷൻ നെയിം എന്നുള്ളതായിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് എന്താണ് ഫങ്ഷൻ കോളെന്ന് അറിയാൻ വേണ്ടി. ഇവിടെ തന്നേക്കുന്ന ക്ലിയർ CLR SCR കഴിഞ്ഞിട്ട് S ഈസ് ഈക്വൽ ടു സം ഓഫ് 10, 5 എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ കോളാണ്. ഇതിനകത്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 10, 5 എന്ന് പറയുന്ന വാല്യൂസ് എന്ന് പറയുന്നതാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ get ch ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫങ്ഷൻ കാണുന്നുണ്ട് ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് n1, ഇൻറ്റ് n2 എന്നുള്ളത്. അപ്പോൾ ഈ ഇൻറ്റ് n1, ഇൻറ്റ് n2 എന്നുള്ളതാണ് നമ്മുടെ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻറ്റ് res ഈസ് ഈക്വൽ ടു n+1, res ഈസ് ഈക്വൽ ടു n+n2, റിട്ടേൺ res എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ബോഡിയാണ്. A function which returns a value can be used in expressions like other variable. Each of the following statement is valid. അപ്പോൾ നമ്മുടെ വാലിഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണെന്നാണ് താഴെ തന്നിരിക്കുന്നത്. പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് സം, 5 res ഈസ് ഈക്വൽ ടു സം ഓഫ് 10.5 എന്ന് പറയുന്നതൊക്കെ 10, 5 എന്ന് പറയുന്നത് വാലിഡാണ്. ഓവർ ദ ഫങ്ഷൻ കനോട്ട് ബി യൂസ്ഡ് ദ റൈറ്റ് സൈഡ് ഓഫ് ആൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡ് ഒരിക്കലും എഴുതുകയല്ല. ഇതിനകത്ത് സം ഓഫ് 10, 5 ഈസ് ഈക്വൽ ടു res എന്ന് പറയുന്ന ആ ഫങ്ഷൻ കോൾ എന്ന് പറയുന്നത് ഒരു ഇൻവാലിഡ് ഫങ്ഷൻ കോളാണ്. നമ്മൾ res ഈക്വൽ ടു സം ഓഫ് 10, 5 എന്ന് കൊടുത്തായിരുന്നെങ്കിൽ അതൊരു വാലിഡ് ആയേനെ. ഇനി ഒരു ഫങ്ഷൻ ഡിക്ലറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലൈക്ക് വേരിയബിൾസ് ഓൾ ഫങ്ഷൻസ് ഇൻ എ C പ്രോഗ്രാം മസ്റ്റ് ബി ഡിക്ലെയർ ബിഫോർ ദേ ആർ ഇൻവോക്ക്ഡ്. അപ്പോൾ C പ്രോഗ്രാമിനുള്ള എല്ലാ ഫങ്ഷൻസും അത് ഇൻവോക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഫങ്ഷൻ ഡിക്ലറേഷൻ കൺസിസ്റ്റ് 4 പാർട്ട്. അപ്പോൾ ഒരു ഫങ്ഷൻ ഡിക്ലറേഷന് 4 പാർട്ടാണുള്ളത്. ഒരു ഫങ്ഷൻ ടൈപ്പും, ഒരു ഫങ്ഷൻ നെയിമും, ഒരു പാരാമീറ്റർ ലിസ്റ്റും, അതുപോലെ തന്നെ ടെർമിനേറ്റഡ് ബൈ ഒരു സെമിക്കോളനിൽ ടെർമിനേറ്റ് ചെയ്യുന്നു. ഒരു ഫങ്ഷൻ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫങ്ഷൻ ടൈപ്പ്, ഫങ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്. ഇപ്പം നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്താ, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്താണെന്ന് കണ്ടായിരുന്നു. ഇതിനകത്ത് തന്നേക്കുന്ന വാല്യൂ ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് n1, ഇൻറ്റ് n2 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഇൻറ്റ് n1, ഇൻറ്റ് n2 എന്നുള്ളത് ഫോർമൽ പാരാമീറ്റേഴ്സും, അതുപോലെ തന്നെ ഒരു ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലുള്ളതിനെയാണ് നമ്മളൊരു ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റ് സം ഓഫ് ഇൻറ്റ് n1, ഇൻറ്റ് n2 എന്നുള്ളതാണ് ഒരു ഫങ്ഷൻ
ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ ടൈപ്പ് ഉണ്ട്, ഫംഗ്ഷൻ്റെ നെയിമുണ്ട്, പാരാമീറ്റർ കൊടുക്കുന്ന പാരാമീറ്റർ ലിസ്റ്റുകളുണ്ട്. പാരാമീറ്റർ ലിസ്റ്റ് മസ്റ്റ് ബി സെപ്പറേറ്റഡ് ബൈ കോമസ്. The type of parameters must match the type of parameters in function definition in number and order. അപ്പം പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത് കോമാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിൻ്റെ നമ്പറും ഓർഡറിലും അടിസ്ഥാനമാക്കി വേണം. When the function does not take any parameters and does not return any value, its prototype is written as void display void. അപ്പോൾ നമ്മൾ ഒന്നും റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത കേസിൽ ഡിസ്പ്ലേ വോയിഡ് റിട്ടേൺ ചെയ്യണം. വെൻ ഡിക്ലെയർഡ് ടൈപ്സ് ഡസ് നോട്ട് മാച്ച് ദ ടൈപ്പ് ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ കമ്പൈലർ വിൽ പ്രൊഡ്യൂസ് എറർ. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ഡിക്ലറേഷൻ ടൈപ്പും അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അടുത്തുള്ള റിട്ടേൺ ടൈപ്പും തമ്മിൽ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ അത് മാച്ച് അല്ലെങ്കിൽ ഒരു കമ്പൈലേഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് എറർ നമ്മുടെ കമ്പൈലർ ഡിറ്റക്റ്റ് ചെയ്യും. എ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ 2 പ്ലേസസ് ഇൻ എ പ്രോഗ്രാം. ഇപ്പോൾ പ്രോട്ടോകോഡ് ഡിക്ലറേഷൻ നമ്മൾ സാധാരണ 2 ഭാഗത്താണ് യൂസ് ചെയ്യുന്നത്. എബോവ് ഓൾ ഫങ്ഷൻസ് ഇൻക്ലൂഡിങ് മെയിൻ ഇൻസൈഡ് ഫങ്ഷൻ ഡെഫിനിഷൻ. അപ്പം എല്ലാ ഫങ്ഷനുകളുടെ മുകളിൽ മെയിനിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് അങ്ങനെയാണ് നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ കൊടുക്കുന്നത്. When we place the declaration above all functions, the prototype is referred to as global prototype. നമ്മൾ എല്ലാത്തിൻ്റെയും മുകളിലാണ് ഈ പ്രോട്ടോടൈപ്പ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഗ്ലോബൽ പ്രോട്ടോടൈപ്പ് എന്നും. Such declarations are available for all functions in the program. അപ്പം നമ്മൾ ഗ്ലോബലായിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ പ്രോട്ടോടൈപ്പ് എന്നും, അതുപോലെ തന്നെ നമ്മൾ ആ പ്രോഗ്രാമിനകത്ത് ഏതൊക്കെ ഫങ്ഷൻ യൂസ് ചെയ്യുന്നോ അതിനെല്ലാം നമുക്ക് ഈ ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് യൂസ് ചെയ്യാൻ പറ്റും. When we place in declaration in the function definition, the prototype is called a local prototype. അപ്പം ഫങ്ഷൻ ഡെഫിനിഷനുള്ളിലുള്ള പ്രോട്ടോടൈപ്പിനെയാണ് നമ്മൾ ലോക്കൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. സച്ച് ഡിക്ലറേഷൻസ് ആർ യൂസ്ഡ് ബൈ ഫങ്ഷൻസ് കണ്ടെയ്നിങ് ദം. അപ്പം നമ്മുടെ ആ ഫങ്ഷനുള്ളിൽ മാത്രമേ അങ്ങനെയുള്ള പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഫങ്ഷനെ തന്നെ ഡിഫറൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫങ്ഷനെ ഡിഫറൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എ ഫങ്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ആർഗ്യുമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഓർ നോട്ട്, വെദർ വാല്യൂസ് ഈസ് റിട്ടേൺഡ് ഓർ നോട്ട്, മേ ബിലോങ് ടു വൺ ഓഫ് ദ ഫോളോവിങ് കാറ്റഗറീസ്. അപ്പം അതിൻ്റെ ഒന്നെങ്കിൽ ആർഗ്യുമെൻറ്റ്സിൻ്റെയും അതുപോലെ തന്നെ റിട്ടേൺ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫങ്ഷനെ തന്നെ 3-4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ ടൈപ്പ്. സെക്കൻഡ് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ടൈപ്പ്. തേർഡ് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. അപ്പം ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫങ്ഷനകത്ത് ആർഗ്യുമെൻറ്റ്സും കാണുകയില്ല, റിട്ടേൺ വാല്യൂവും കാണുകയില്ല. അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ ഫങ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. When a function has no arguments, it does not receive any data from calling functions. അപ്പം നമുക്ക് ഒരു ഫങ്ഷനകത്ത് ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ കോളിംഗ് ഫങ്ഷനിൽ നിന്ന് ഡേറ്റാസിനെ ഒന്നും റിസീവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സിമിലർലി വെൻ ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ എ വാല്യൂ, ദ കോളിംഗ് ഫങ്ഷൻ ഡസ് നോട്ട് റിസീവ് എനി ഡാറ്റ ഫ്രം കോൾഡ് ഫങ്ഷൻ. അപ്പം റിട്ടേൺ ചെയ്യാൻ ഒരു വാല്യൂ ഇല്ലെങ്കിൽ കോളിംഗ് ഫങ്ഷന് ഒന്നും റിസീവ് ചെയ്യാൻ ഒരു ഡേറ്റയും കോൾഡ് ഫങ്ഷനിൽ നിന്ന് റിസീവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദാറ്റ് ഈസ് ദെയർ ഈസ് നോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ കോളിംഗ് ഫങ്ഷൻ ആൻഡ് കോൾഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിംഗ് ഫങ്ഷനിലും അതുപോലെ തന്നെ കോൾഡ് ഫങ്ഷനിലും ഡാറ്റ ട്രാൻസ്ഫർ ഒന്നും നടക്കുകയില്ലാത്ത ആ ഫങ്ഷനാണ് ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വോയിഡ് ഗെറ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ കോളാണ്. അതിനകത്ത് ഇൻറ്റിജർ n എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്കാൻഎഫ് നമ്മൾ കീബോർഡിൽ നിന്ന് അതിനെ റിസീവ് ചെയ്യുന്നു.
അതിനെ പ്രിൻറ്റ് ചെയ്യിക്കുന്നു. അപ്പം വോയിഡ് മെയിനിനകത്ത് പ്രിൻ്റ് ഓഫ് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗെറ്റ് നമ്പെന്ന് പറയുന്ന എന്താ, അത് ഫങ്ഷൻ കോളാണ്. ഇപ്പം ഫങ്ഷൻ കോളിനകത്ത് റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, ആർഗ്യുമെൻസും ഇല്ല. അതുകൊണ്ട് ഗെറ്റ്സ് നമ്പ് എന്ന് റിട്ടേൺ ചെയ്യുമ്പം ഇപ്പോൾ ഒരു ആക്ച്വൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പം ആദ്യമേ പ്രോഗ്രാം മെയിനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യമേ പ്രിൻ്റ് ഓഫ് ഒരു നമ്പറിനെ എൻ്റർ ചെയ്യാൻ പറയുന്നു. പിന്നെ ഗെറ്റ് നമ്പ് എന്ന് പറയുന്ന ആ ഫങ്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്ന് കമ്പൈലർ നോക്കുന്നു. അപ്പം ഗെറ്റ് നമ്പ് കിടക്കുന്നത് സ്കാൻഫ് എന്ന് പറയുന്ന ഗെറ്റ് നമ്പ് എന്ന് പറയുന്നത് മുകളിൽ കൊടുത്തിട്ടുണ്ട്, വോയിഡ് ഗെറ്റ് നമ്പ് എന്ന് പറഞ്ഞ്. അതിനകത്ത് വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവിടെ വെച്ചിട്ട് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. സെക്കൻഡ് കൊടുത്തേക്കുന്ന എക്സാമ്പിളിനകത്ത് നോക്കിക്കേ, വോയിഡ് ഏരിയ ഫങ്ഷൻ ഡിക്ലറേഷൻ മുകളിലാണ് കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുമ്പോൾ വോയിഡ് മെയിൻ. അപ്പം വോയിഡ് മെയിനാണ് ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഏരിയ, അപ്പം ഏരിയ എന്ന് പറയുന്ന ആ ഫങ്ഷൻ എവിടെയാണ് ഉള്ളതെന്ന് നോക്കുന്നു. അപ്പം വോയിഡ് ഏരിയ എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പും അതുപോലെ തന്നെ ആർഗ്യുമെൻസും ഇല്ലാത്ത ഒരു ഫങ്ഷൻ കോളാണ്. അപ്പം ഏരിയ എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പും ആർഗ്യുമെൻസും ഇല്ലാത്തൊരു ഫങ്ഷൻ കോളാണ്. അപ്പം ഏരിയ എന്ന് പറയുന്ന ഫങ്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്ന് കമ്പൈലർ നോക്കും. അപ്പോൾ അത് വോയിഡ് ഏരിയ എന്ന് പറയുന്ന താഴെയാണ് കിടക്കുന്നത്. അപ്പം അവിടുന്ന് തന്നെ പെർഫോം ചെയ്ത് അവിടുത്തെ പ്രിൻ്റ് ഓഫ് എന്ന് പറയുന്ന വാല്യൂ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ബട്ട് റിട്ടേൺ വാല്യൂ. നമ്മൾ ഫങ്ഷൻസിനകത്ത് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നില്ല, പക്ഷേ റിട്ടേൺ വാല്യൂ ഉണ്ട്. അങ്ങനെയുള്ള ഫങ്ഷനാണ് സെക്കൻഡ് പറഞ്ഞേക്കുന്നത്. ഫങ്ഷൻ അക്സെപ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഇറ്റ് return a value back to the calling program. Thus it is termed as two-way communication between calling function and called function. അപ്പം ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ എന്ന് പറയുമ്പോൾ അത് ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്ത് ഒരു റിട്ടേൺ വാല്യൂവിനെ കൊടുക്കുന്നുണ്ട്. അതിനെ ഫങ്ഷൻ കോളിനകത്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കോൾഡ് ഫങ്ഷന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറയുന്നത് കോളിംഗ് ഫങ്ഷനും ഫ്ലോട്ട് കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറയുന്നത് കോൾഡ് ഫങ്ഷനുമാണ്. കോളിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഏരിയ, കോൾഡ് ഫങ്ഷൻ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറയുന്നതാണ്. ഈ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് ഇവിടെ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ട്. ലാസ്റ്റ് നിങ്ങൾ നോക്കിക്കേ, ഫ്ലോട്ട് കാൽക്കുലേറ്റർ ഏരിയ എന്ന് പറയുന്ന ആ ഫങ്ഷനകത്ത് റേഡിയസ് ഫ്ലോട്ട് ഏരിയ ഓഫ് സർക്കിൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഏരിയ ഓഫ് സർക്കിൾ കാണുന്നുണ്ട്. ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഏരിയ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഏരിയ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഫ്ലോട്ടിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് കേസ് എന്ന് പറയുമ്പം ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂസ്. അപ്പം നമ്മളൊരു ആർഗ്യുമെൻറ്റ്സിനെ കൊടുക്കുന്നുണ്ട്, പക്ഷേ റിട്ടേൺ വാല്യൂ തിരിച്ച് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെയുള്ള ഫങ്ഷനാണ് നമ്മൾ ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക, നമ്മൾ റിട്ടേൺ വാല്യൂ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല, പക്ഷെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഫങ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. ഫങ്ഷൻ അക്സെപ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ബട്ട് ഇറ്റ് നോട്ട് റിട്ടേൺ എ വാല്യൂ ബാക്ക് ടു ദ കോളിംഗ് പ്രോഗ്രാം. നമ്മൾ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ കോളിംഗ് പ്രോഗ്രാമിലേക്ക് റിട്ടേൺ വാല്യൂ ഒന്നും വരുന്നില്ല. ഇറ്റ് ഈസ് എ സിംഗിൾ വൺ വേ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിനെ നമ്മളൊരു സിംഗിൾ വൺ വേ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ കാണിച്ചേക്കുന്നത്. റേഡിയസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏരിയയ്ക്കകത്ത് റാഡ് എന്ന് പറയുന്ന ഫങ്ഷനെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഫങ്ഷനകത്ത് വോയിഡ് ഏരിയ എന്ന് പറയുന്ന ആ ഫങ്ഷനകത്ത് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പിലുള്ള RAD എന്ന് പറയുന്ന ആ ഫങ്ഷനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ വാല്യൂസ് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ റാഡ് എന്ന് പറയുന്ന ഫങ്ഷനെ ഫ്ലോട്ട് AR എന്ന് പറയുന്ന ആ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് AR എന്ന് പറയുന്നതിനകത്ത്
RAD എന്ന് പറയുന്ന ആ ഫംഗ്ഷനകത്തെ വാല്യൂസ് ഈ RADക്കകത്ത് വന്ന് ആ വാല്യൂസ് പെർഫോം ചെയ്ത് പ്രിൻ്റ്എഫിനകത്ത് ഏരിയ ഓഫ് സർക്കിൾ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് ഒരു റിട്ടേൺ ടൈപ്പ് ഇല്ല, പക്ഷേ വാല്യൂസിനെ ഇങ്ങോട്ട് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂസ്, നോ റിട്ടേൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഔട്ട്പുട്ട് 3 ഏരിയ ഓഫ് സർക്കിൾ ഇവിടെ തന്നെ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി 4th കേസ് എന്ന് പറയുന്നത് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഫങ്ഷന് ആർഗ്യുമെൻറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ ഉണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫങ്ഷനാണ് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. Function accepts arguments and its return value back to the calling program. Thus, it can be termed as two-way communication between calling function and called function. അപ്പം ഫങ്ഷന് ആർഗ്യുമെൻറ്റ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. കോളിംഗ് പ്രോഗ്രാമിലേക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ടു-വേ കമ്മ്യൂണിക്കേഷനാണ് കോളിംഗ് ഫങ്ഷനും കോൾഡ് ഫങ്ഷനും. അപ്പം കോളിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഏരിയ, ഈ എക്സാമ്പിളിനകത്ത് ഏരിയ ഇസ് ഈക്വൽ ടു കാൽക്കുലേറ്റഡ് ഏരിയ ഓഫ് റേഡിയസ്. കാൽക്കുലേറ്റ് ഏരിയ ഓഫ് റേഡിയസ് എന്ന് പറയുന്നതാണ് കോളിംഗ് ഫങ്ഷൻ, നമ്മൾ കോൾ ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. കോൾഡ് ഫങ്ഷനോ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ഇൻറ്റ് റേഡിയസ് എന്ന് പറയുന്നതാണ് നമ്മൾ വിളിക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് പെർഫോം ചെയ്യുമ്പോഴത്തേനും മോഡ് ആദ്യമേ തന്നെ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ആ ഫങ്ഷൻ കോൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻ്റ്എഫ്, സ്കാൻഎഫ്, ഏരിയ, കാൽക്കുലേറ്റർ ഏരിയ ഓഫ് റേഡിയസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ഫ്ലോട്ട് കാൽക്കുലേറ്റഡ് ഏരിയ ഇൻറ്റ് റേഡിയസിലേക്ക് കൊടുക്കുകയാണ്. അപ്പം അതിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഒരു ഫ്ലോട്ട് ടൈപ്പിൽ, ഒരു ഇൻറ്റിജർ ടൈപ്പിൽ ഒരു റേഡിയസ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് റേഡിയസ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പിലൊരു വേരിയബിൾസിനെയാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്ലോട്ട് ഓഫ് കാൽക്കുലേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഫ്ലോട്ട് കാൽക്കുലേറ്റഡ് ഏരിയ ഓഫ് ഇൻറ്റ് സ്പേസ് റേഡിയസ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് വാല്യൂസ് പെർഫോം ചെയ്തിട്ട് ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്ന ഫ്ലോട്ട് വാല്യൂവിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഏരിയ എന്ന് പറയുന്ന ആ ഫങ്ഷൻ, കോളിംഗ് ഫങ്ഷനകത്ത് ഏരിയ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് ടൈപ്പിലുള്ള വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതാണ് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. അത് ടു-വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ആർഗ്യുമെൻറ്റ്സിനെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ ടൈപ്പ് നമ്മുടെ കോളിംഗ് ഫങ്ഷനിലേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്.